ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സന്ധ്യയിൽ ഒത്തുചേരാനും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യുവാനും മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചതിന് നാം സർവശക്തനെ സ്തുതിക്കുക. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിന് മാർഗദർശനത്തിനായി അവൻ്റെ സന്ദേശം അവതരിപ്പിക്കുകയും ആ സന്ദേശം അവൻ്റെ ദൂതന്മാർ വിവരിച്ച് ജീവിതത്തിൽ പകർത്തി ഒരു ഉത്തമ സമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ടാണ്
ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷകാലത്തെ ജീവിതത്തിനുള്ളിൽ അവസരത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് അവതരിച്ചു കിട്ടിയ ഖുർആനിക സൂക്തങ്ങൾ, അതിന് ആധികാരിക വിശദീകരണമായ അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ച വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവിടുത്തെ വാചികമായ വിശദീകരണവും പ്രാവർത്തികമായ രൂപവും നൽകിക്കൊണ്ട് ഒരു ഉത്തമ സമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തമ സമൂഹത്തെയാണ് വിശുദ്ധ ഖുർആൻ ഉമ്മത്തൻ വസതൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവരെയാണ് വിശുദ്ധ ഖുർആൻ ഖൈറു ഉമ്മ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചു തന്നെയാണ് നിരവധി സൂക്തങ്ങളിലൂടെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അവരെ പിൻപറ്റുവാനും അവരെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുതെന്നും പ്രവാചകൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളിലും അൻസാരികളിലും പെട്ട ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നിട്ടുള്ള ആളുകൾ, വലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് അവരെ ഏറ്റവും നല്ല വിധത്തിൽ ആ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനു വേണ്ടി നന്മയിൽ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവർ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെടുകയും അവർ അല്ലാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഇസ്ലാമുമായി പ്രവാചകൻ കടന്നു വന്നപ്പോൾ ആ പ്രവാചകനെ പിന്തുണക്കാൻ, പൂമാലയിട്ട് സ്വീകരിക്കാൻ ആരാരും ഉണ്ടായിരുന്നില്ല. ആദ്യം തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ. ആ പ്രവാചകനെ സംബന്ധിച്ച് മറ്റുള്ളവരെക്കാൾ നല്ലവണ്ണം അറിയാവുന്ന, ജീവിതത്തിൻ്റെ സ്വകാര്യതകളും പരസ്യങ്ങളും പങ്കിട്ടനുഭവിച്ചറിഞ്ഞ ആ പ്രിയപത്നിയുടെ അടുക്കലേക്ക് വരുമ്പോൾ സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ടു തരിക, എന്നെ പുതപ്പിച്ചു മൂടുക എന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ പ്രവാചകന് പുതപ്പിച്ചു കൊടുക്കുകയും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം തനിക്കുണ്ടായ അനുഭവം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല. അല്ലാഹുവാണേ സത്യം, അല്ലാഹു ഒരിക്കലും അങ്ങയെ അപമാനിക്കുകയില്ല. അങ്ങ് മറ്റുള്ളവരുടെ വിഷമം ഏറ്റെടുക്കുന്നവനാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനാണ്, വിപത്ത് ബാധിച്ചവനെ സഹായിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരാൾ അപമാനിതനാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന് ഉണ്ടായ അനുഭവം അതെന്തെന്ന് കൃത്യമായി അറിയുന്നതിന് വേദപണ്ഡിതനായ തൻ്റെ ബന്ധു വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇത് മൂസാ നബിയുടെ അടുക്കൽ ഇറങ്ങിയ ആ ദൈവദൂതനായ മലക്ക് ജിബ്രീലാണ്,
അങ്ങാണ് അന്തിമ പ്രവാചകനെന്ന് വേദഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് എന്ന പ്രവാചകൻ അങ്ങയുടെ നാട്ടുകാർ അങ്ങയെ ആക്രമിക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമ്പോൾ ഈ വൃദ്ധനായ എനിക്ക് യൗവനം തിരിച്ചു കിട്ടുകയാണെങ്കിൽ, അല്ല ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅൻസുറുക നസ്റൻ മുഅസ്സറ, ശക്തമായ സഹായം അങ്ങക്ക് ഞാൻ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് ആശ പ്രകടിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച് അയച്ച ആ വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു വന്നത് മുതൽ പിന്നെ പ്രവാചകന് ലഭിച്ചുകൊണ്ടിരുന്ന വഹി അത് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാ വരുന്നു അള്ളാഹുവിന്റെ കൽപ്പന, വഅൻസിർ അശീറതകൽ അഖ്റബീൻ. പ്രവാചക, താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് വരാനിരിക്കുന്ന ജീവിതത്തെപ്പറ്റി, ആ ജീവിതത്തിൽ പാപികൾ പ്രവേശിക്കേണ്ടി വരുന്ന നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകണം, താക്കീത് നൽകണം. ഈ കൽപ്പന അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബന്ധുക്കളെ വിളിച്ചുകൂട്ടുന്നു. അവരോട് ഈ കാര്യം പറയുന്നു. എതിർപ്പുകള്, പ്രയാസങ്ങള് അവിടെ മുതൽക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പ്രവാചകൻ ഇതുപോലെ ഒരു സമയത്ത് ഈ കർമ്മനിരതനാവാനായി അള്ളാഹു വീണ്ടും വഹി അവതരിപ്പിക്കുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യ വചനങ്ങൾ. ഓ പുതയിട്ട് നടക്കുന്നവനെ, നീ എഴുന്നേൽക്ക്, നീ ജനങ്ങൾക്ക് താക്കീത് നൽക്, നിന്റെ നാഥനെ പ്രകീർത്തിക്ക് എന്ന് തുടങ്ങിക്കൊണ്ടുള്ള പ്രബോധനം നിർവഹിക്കുവാനുള്ള കൽപ്പന. ആ കൽപ്പനയനുസരിച്ച് പ്രവാചകൻ ഇറങ്ങി, ആളുകളിലേക്ക് ഇറങ്ങി, നാൽക്കവലകളിലേക്ക് ഇറങ്ങി, വീട് വീടാന്തരം കയറി ഇറങ്ങി, ആളുകൾ കൂടി നിൽക്കുന്നിടത്തെല്ലാം എത്തി ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളുമൊക്കെയായിരുന്നു. അങ്ങനെയാണ് നാളുകൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്നത്. ആ നാൾക്ക് നാൾ പ്രവാചകന്റെ അടുക്കലേക്ക് ഓരോരുത്തർ കടന്നു വരാൻ തുടങ്ങി. തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകനിൽ വിശ്വസിച്ചു. വൃദ്ധനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ ആ പ്രവാചകനിൽ വിശ്വസിച്ചു. തന്റെ വളർത്തുപുത്രനായിരുന്ന അലി ഇബ്നു അബി താലിബ് ആ പ്രവാചകനിൽ വിശ്വസിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ഈ സംസാരം കേട്ട് ആരുടെയൊക്കെ മനസ്സിലേക്കാണോ ഈ നന്മയുടെ നാമ്പുകൾ തളിർത്തു വന്നത്, ആ ആളുകളൊക്കെ പ്രവാചകനിലേക്ക് അടുത്തു വന്നുകൊണ്ടിരുന്നു. അമ്മാർ ഇബ്നു യാസിറും, യാസിർ റളിയല്ലാഹു അൻഹുവും, സുമയ്യ റളിയല്ലാഹു അൻഹായും, ബിലാൽ ഇബ്നു റബാഹും, സൽമാനുൽ ഫാരിസിയും, അങ്ങനെ ഒട്ടനവധി ആളുകൾ. അടിമകളുണ്ട്, ഉടമകളുണ്ട്, ഭൃത്യന്മാരുണ്ട്, വലിയ കുബേരന്മാരുണ്ട്, കുചേലന്മാരുണ്ട്, വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, അറബിയുണ്ട്, അനറബിയുണ്ട്. പ്രവാചകന്റെ ഈ വിളി കേട്ടുകൊണ്ട് തന്നിലേക്ക് കടന്നു വന്നവർ ഇത് സ്വീകരിച്ചതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തവരുണ്ടായിട്ടുണ്ട്. യാസിർ കുടുംബം, ആദ്യമായി രക്തസാക്ഷിയാവുന്ന യാസിർ റളിയല്ലാഹു അൻഹു, ആദ്യത്തെ വനിതാ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹ, അവരാരുടെയും ധനം അപഹരിച്ചതുകൊണ്ടല്ല, ആരെയും ആക്രമിച്ചതുകൊണ്ടല്ല, ഈ പ്രവാചകനിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ്. മറ്റു കുറ്റങ്ങളും പാപങ്ങളും ഒന്നും അവർ ചെയ്തിട്ടില്ല. ആ യജമാനന്മാര് കടന്നു വന്ന്
ചുട്ടുപഴിപ്പിച്ച കുന്തമുനകൾ കൊണ്ട് ശരീരത്തിൽ കുത്തിത്തുളച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി വധിച്ചു കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് നോക്കി നിൽക്കാനല്ലാതെ ഈ അക്രമിയെ തടുക്കുവാനും ചെറുക്കുവാനും അനുവാദം ലഭിച്ചിട്ടില്ല. സബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളോടുള്ള വാഗ്ദാനം സ്വർഗമാണ്. നിങ്ങൾ ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, ഒരു നൂറ്റാണ്ട് ജീവിച്ചാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്, ലഭിക്കേണ്ടത് സ്വർഗമാണ്. ആ സ്വർഗം നേടിയെടുക്കാനുള്ള പ്രവർത്തനമാണ്. ഈ ദുനിയാവിൽ ഒരു ദിവസം ജീവിച്ച വ്യക്തിക്ക് സ്വർഗം ലഭിക്കുമെങ്കിൽ 100 കൊല്ലം ജീവിച്ച വ്യക്തിക്കും ലഭിക്കാനുള്ളത് സ്വർഗമാണ്. ആത്യന്തികമായി തനിക്ക് ലഭിക്കുന്ന ഈ സ്വർഗം അതിനു വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. ഞാനിവിടെ വധിക്കപ്പെടാതെ ഇവിടെ തന്നെ ജീവിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ, തനിക്ക് ഇവിടെ വെച്ച് നേടിയെടുക്കാനുള്ളതെന്ത്? സ്വർഗത്തിലേക്കുള്ള പാഥേയം. അതാണ് ഇവിടെ നിന്നൊരുക്കാനുള്ളത്. ഈ ആക്രമികളുടെ കുന്തമുനകൾ ശരീരത്തിൽ തുളഞ്ഞു കയറി അതുവഴി രക്തസാക്ഷിയാവുകയാണെങ്കിൽ, സബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളോടുള്ള വാഗ്ദാനം സ്വർഗമാണെന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ദിവസങ്ങൾ അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ, ആ ചരിത്രം വിശദീകരിക്കുകയല്ല എന്റെ ലക്ഷ്യം. എങ്ങനെയാണ് പ്രവാചകന്റെ പിന്നിൽ ആളുകൾ കടന്നു വന്നത്, അവരെ പറ്റിയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അൻസാരികളിലും മുഹാജിറുകളിലും പെട്ട ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ 13 വർഷകാലത്തെ മക്ക ജീവിതത്തിൽ പ്രവാചകനിൽ വിശ്വസിച്ച് പ്രവാചകനോടൊപ്പം കഴിഞ്ഞുകൂടിയ ആളുകൾ, അവർ സഹിച്ച പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും കയ്യും കണക്കുമില്ല. ഒന്നിലധികം തവണ ആഫ്രിക്ക വൻകരയിലെ എത്യോപ്യയിലേക്ക് അവർ പലായനം ചെയ്തു അഭയാർത്ഥികളായി പോയി. പ്രവാചകൻ പോലും മക്കായിൽ നിന്ന് തായിഫിലേക്ക് അവിടെയുള്ള വല്ല ബന്ധുക്കളുടെയും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പലായനം ചെയ്തു നോക്കി. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. മക്കായിലേക്ക് ഹജ്ജ് കാലത്ത് വരുന്ന ആളുകൾ, അവര് എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ നബി അവരുടെ അടുക്കൽ ചെല്ലും. എന്നിട്ട് ഇസ്ലാമിനെ അവരോട് പറഞ്ഞു കൊടുക്കും. പിന്നാലെ വന്ന കുട്ടികൾ കൂവി വിളിക്കും, തടസ്സമുണ്ടാക്കും. പ്രവാചകന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ദുരവസ്ഥ നേരിടേണ്ടി വന്നു. അവസാനം പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാതെയായി. രാത്രികാലങ്ങളിൽ ഈ ദുഷ്ടന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം നോക്കി ആളുകൾ താമസിക്കുന്ന ടെന്റുകൾക്കിടയിലൂടെ പ്രവാചകൻ നടക്കും. വല്ല ടെന്റിനുള്ളിൽ നിന്നും സംസാരം കേട്ടാൽ വരട്ടെയോ എന്ന് സമ്മതം ചോദിക്കും. ആ സമ്മതപ്രകാരം അകത്ത് ചെല്ലും. എന്നിട്ട് അവരുമായി ഇരുന്ന് സംസാരിക്കും. ചിലർ സ്വീകരിക്കും, ചിലർ എതിർക്കും. ഏതായിരുന്നാലും തന്റെ ദൗത്യം നിർവഹിക്കും. അതിനിടക്കാണ് ഒരു നാൾ പ്രവാചകൻ ഇതുപോലെ ഒരു ടെന്റിൽ കയറി സംസാരിക്കുമ്പോൾ മദീനത്ത് നിന്ന് വന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാരായ ആളുകളാണ്. അവർ പറഞ്ഞു, നമ്മൾ ജൂതന്മാരുമായി പല പ്രശ്നങ്ങളിലും ഏർപ്പെടുമ്പോൾ അവര് നമ്മളോട് പറയാറുണ്ടല്ലോ, അവസാനത്തെ പ്രവാചകൻ വരാനുള്ള സമയമായെന്ന്. ആ പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട് നഖ്തുലുക്കും ഖത്ല ആദിൻ വ ഇറം, ആദ് ഇറം ഗോത്രക്കാരെ നശിപ്പിച്ചതുപോലെ ആ പ്രവാചകനിൽ വിശ്വസിച്ച് ഒപ്പം നിന്ന് നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് നമ്മളോട് പറയാറുണ്ടല്ലോ. ആ പ്രവാചകനാണ് ഇദ്ദേഹം, അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രവാചകനിൽ വിശ്വസിക്കുന്നത്. അടുത്ത വർഷം ഹജ്ജിന് വരാമെന്നും കൂടുതൽ ആളുകളെ കൂട്ടി വരാമെന്നും പ്രവാചകനുമായി കണ്ടുമുട്ടാമെന്നും
സന്ധിക്കാനുള്ള സ്ഥലം ഏതെന്നും തീരുമാനിച്ചുകൊണ്ടാണ് പിരിഞ്ഞു പോകുന്നത്. അടുത്ത വർഷം ആ നിശ്ചിത സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് കൂടുന്നു. അവിടെ വെച്ച് മറ്റുള്ളവർ കൂടി കേൾക്കുന്നു, നബിയിൽ നിന്ന് മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു, മുസ്ലിങ്ങളാവുന്നു, നബിയുമായി കരാറിൽ ഏർപ്പെടുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ അവിടേക്ക് അവർ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ജീവന്, മക്കളെ, സ്വത്തിനെ സംരക്ഷിക്കുന്നത് പോലെ അങ്ങയെയും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. ഈ തീരുമാനപ്രകാരം പ്രവാചകൻ അനുചരന്മാരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ അനുവദിക്കുന്നു. അതുപോലെ അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ചപ്പോൾ പ്രവാചകനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നു. വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയഖ്തുലൂക ഔ യുസ്ബിതൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ആ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയഖ്തുലൂക, നിന്നെ കൊന്നു കളയണമെന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭം, ഔ യുസ്ബിതൂക, അല്ലെങ്കിൽ നിന്നെ തടവിലാക്കണമെന്ന്, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നിന്നെ നാട് കടത്തണമെന്ന്, വയംകുറൂൻ, ഇങ്ങനെ പല വിധത്തിലാണ് അവരുടെ ഗൂഢാലോചനകൾ. വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ, അല്ലാഹു അവരുടെ ഗൂഢതന്ത്രങ്ങളെ അതിജയിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം പ്രവാചകനെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് വധിച്ചു കളയാനാവാതെ, തടവിലാക്കാനാവാതെ, നാടുകടത്താൻ കഴിയാതെ പ്രവാചകൻ തന്നെ സ്വമേധയ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ മരുഭൂമികൾ താണ്ടിക്കൊണ്ട് ദുഷ്കരമായ യാത്ര ചെയ്ത് മദീനയിൽ ചെന്നെത്തിച്ചേരുന്നത്. അതിനുശേഷം മദീനയിലുണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ, ഔസ് ഖസ്റജ് ഗോത്രക്കാരായ ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുക വഴി മഹാന്മാരായ ഈ അനുചരന്മാര്, പ്രവാചകന്റെ ഈ അനുചരന്മാര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഭയാർത്ഥികളായി വന്ന അനുചരന്മാരെ വളരെ നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും, രണ്ട് വീടുള്ളവർ ഒരു വീട് തൻ്റെ സുഹൃത്തിന് നൽകുകയും, ഒരു വീടുള്ളത് പകുത്ത് സുഹൃത്തിന് നൽകുകയും, തൻ്റെ സ്വത്ത് പകുത്തു നൽകുകയും, തൻ്റെ കച്ചവടത്തിൽ പങ്കാളിയാക്കുകയും, ഇങ്ങനെ ജീവിത സൗകര്യം പങ്കിട്ടുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച ആളുകൾ, ഈ ആളുകളെയാണ് വിശുദ്ധ ഖുർആൻ അൻസാറുകൾ, മറ്റുള്ളവരെ സഹായിച്ചവർ, മുഹാജിറുകളെ സ്വത്തും ജീവിത സൗകര്യങ്ങളും പങ്കിട്ടുകൊണ്ട് സഹായിച്ചവർ എന്ന അർത്ഥത്തിൽ അൻസാരികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. തങ്ങളുടെ സ്വത്ത്, തങ്ങളുടെ വീട്, തങ്ങളുടെ കുടുംബം, തങ്ങളുടെ നാട് എല്ലാം അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, ദീനിനു വേണ്ടി പ്രവാചകന്റെ ആഹ്വാനപ്രകാരം ത്യജിച്ചുകൊണ്ട് അഭയാർത്ഥികളായി അന്യനാട്ടിലേക്ക് പലായനം ചെയ്ത ആളുകളാണ് മുഹാജിറുകൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ അൻസാറുകളും മുഹാജിറുകളും ഇവർ ഉൾക്കൊള്ളുന്ന ഈ സഹാബികൾ, ഇവരാണ് ഇസ്ലാമിനെ നബിയിൽ നിന്ന് നേർക്ക് നേരെ ആദ്യമായി കേട്ടു മനസ്സിലാക്കിയിട്ടുള്ളവർ. നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഇസ്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ അവസ്ഥയിലേക്ക് കൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, നീ ഭൂമിയിലുള്ളത് മുഴുവനും ചിലവഴിച്ചാലും ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ ലമാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹ അല്ലഫ ബൈന ഖുലൂബ്. നീ ഭൂമിയിലുള്ളത് മുഴുവനും ചിലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ അല്ലാഹുവാണ് അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധം നടത്തിയവരാണവർ. ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ കേട്ടാൽ നമ്മൾ അമ്പരന്നു പോകും. അതുപോലുള്ള സംഭവങ്ങൾ. അംർ ഇബ്നു ഹിന്ദ് എന്ന അവിടുത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തി,
അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, എന്റെ മാതാവിന് സേവനം ചെയ്യാൻ മടിക്കുന്ന ആരെങ്കിലും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ആരും ഉണ്ടാവില്ല. പക്ഷേ അംർ ഇബ്നു കുൽസൂം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധ കവിയുണ്ട്. അയാൾ ഒരു ഉന്നത കുലത്തിൽ ജനിച്ചവനാണ്. അയാളുടെ ഉമ്മ ചെയ്തു കൊള്ളണമെന്നില്ല, എങ്കിൽ എനിക്കത് കാണണമെന്നായി. ഒരു സദ്യ ഒരുക്കുകയാണ്. രാജകൊട്ടാരത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിച്ച കൂട്ടത്തിൽ അംർ ഇബ്നു കുൽസൂമിനെയും മാതാവിനെയും ക്ഷണിക്കുന്നു. ആളുകൾ കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് എന്തെങ്കിലും ചെയ്തു തരാൻ അംർ ഇബ്നു കുൽസൂമിന്റെ ഉമ്മയോട് ആവശ്യപ്പെടണമെന്ന് രാജാവ് സ്വന്തം ഉമ്മയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് രാജാവിന്റെ ഉമ്മ ചോദിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ ഒരു പാത്രമുണ്ട്, ആ പാത്രം ഒന്നിങ് എടുക്ക് എന്ന് ആവശ്യപ്പെട്ടു. ഫൽ യഖുദ് സാഹിബുൽ ഹാജത, ആവശ്യമുള്ളവൻ അത് ചെയ്തു കൊള്ളട്ടെ, എനിക്കതിന് പറ്റില്ലെന്ന് മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, അതൊന്നിങ്ങോട്ട് എടുക്ക് ഹുദീ എന്ന് പറഞ്ഞപ്പോൾ അംർ ഇബ്നു കുൽസൂമിന്റെ ഉമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വാദുല്ലാ, എന്നെ അപമാനിച്ചേ എന്ന അർത്ഥത്തിലുള്ള, അല്ലെങ്കിൽ തങ്ങൾ പൂജിക്കുന്ന ദൈവത്തിന്റെ നാമം വിളിച്ചുകൊണ്ട് അട്ടഹസിച്ചു. ആ സന്ദർഭത്തിൽ അംർ ഇബ്നു കുൽസൂം അരയിലുള്ള വാളൂരി ആ ഗൃഹനാഥനും രാജാവുമായ ആതിഥേയന്റെ കഴുത്തിൽ ആഞ്ഞുവെട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തിക്കൊണ്ട് ഉമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് കവിത ചൊല്ലി അഹങ്കരിച്ചുകൊണ്ട് നടന്നു പോകുന്നത്. ഇതാണ് ആ കാലഘട്ടത്തിലെ അവസ്ഥ. ഞങ്ങൾ ഇദാ ബലഗൽ ഫിതാമ ലനാ സബിയു തഖിറു ലഹുൽ ജബാബിറു സാജിദീനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു കുട്ടി മുലകുടി മാറ്റുന്ന പ്രായമായാൽ ലോകത്തുള്ള സകല വമ്പന്മാരും അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. അങ്ങനത്തെ ആളുകളാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കവിതകൾ പാടിക്കൊണ്ടാണ് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത്തരം സംഭവങ്ങൾ, അതിൻ്റെ പേരിലുള്ള യുദ്ധങ്ങൾ, മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, അനൈക്യം, ഛിദ്രത, കക്ഷിത്വം, കൊള്ള, കൊല, യുദ്ധം, ഇങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ, അവരെയാണ് അള്ളാഹു മാനസികമായി ഐക്യമുള്ളവരാക്കി മാറ്റിയത്. അതാണ് ഭൂമിയിലുള്ളത് മുഴുവനും നീ ചിലവഴിച്ചാലും അവരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ അള്ളാഹുവാണ് അവരുടെ മനസ്സുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കിയത്. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ കുഴിയുടെ വക്കിലായിരുന്നു. അതിൽ നിന്ന് അള്ളാഹുവാണ് നിങ്ങളെ രക്ഷിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഔസ് ഖസ്റജ് ഗോത്രക്കാര് നേരത്തെ നടത്തിയ യുദ്ധങ്ങളും നീണ്ട യുദ്ധങ്ങളും അവർക്കിടയിലുണ്ടായിരുന്ന പൊതു സ്വഭാവത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവരാണ് അൻസാറുകൾ. സ്വന്തം സ്വത്ത്, സ്വന്തം വീട്, സ്വന്തം കുടുംബം, സ്വന്തം ബിസിനസ് എല്ലാം പകുത്തുകൊണ്ട് പ്രവാചകൻ ആഹാ റസൂലുള്ളാഹി ബൈനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആ സാഹോദര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐക്യമുള്ള ഒരു സമൂഹമായി അവർ മാറിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം എടുത്തു പറഞ്ഞ അൻസാറുകളല്ലാത്ത മുഹാജിറുകളെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞു. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ഖബ്ലു വഖാതലു. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന 13 വർഷക്കാലം മക്കയിൽ ജീവിച്ച് ഹിജറ പോകുന്നതിന് മുമ്പ് പ്രവാചകനോടൊപ്പം ജീവിച്ച ആളുകൾ, അവർ വരിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, പിന്നെ മക്കയിൽ നിന്ന് മദീനയിലെത്തി അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, മക്ക ഫത്ഹായതോടുകൂടി വമ്പിച്ച ഒരു ശക്തി മുസ്ലിമീങ്ങൾക്ക് കൈവന്നു. അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ആ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അത്തരക്കാരായ ആളുകളെ പറ്റിയാണ് പ്രത്യേകിച്ചെടുത്ത് പറയുന്നത്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ
മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ, ഈ മക്ക ഫത്ഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുകയും അതേപോലെ ധർമ്മം ചെയ്യുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത ആളുകൾ ഇവരാണ് പിന്നീട് ധർമ്മം ചെയ്യുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവരെക്കാൾ ഉത്തമന്മാരായ ആളുകൾ. രണ്ടു കൂട്ടരും സമമാവുകയില്ല. ആദ്യകാലത്തെ ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ ആ വിധമാണ് ഉണ്ടായിരുന്നത്. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എന്നാൽ ആരും മോശക്കാരല്ല. എല്ലാവർക്കും ഏറ്റവും മെച്ചപ്പെട്ട സ്വർഗമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഖുർആൻ മറ്റൊരിടത്ത് എടുത്തു പറയുന്നത് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അവനാകുന്നു, അള്ളാഹുവാകുന്നു ആ സഹാബികളായ ആളുകളുടെ മനസ്സുകൾ, ഹൃദയങ്ങൾ പരീക്ഷണത്തിലൂടെ സ്ഫുടം ചെയ്തുകൊണ്ട് തഖ്വയുള്ള മനസ്സിന്റെ ഉടമകളാക്കി അവരെ പരിലസിപ്പിച്ചിട്ടുള്ളത്. അതെ, അവർക്ക് കുഫറും ഫുസൂഖും ഇസ്യാനും ദൈവനിഷേധവും അതേപോലെ തന്നെ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, ചീത്ത പ്രവർത്തനങ്ങൾ, ധിക്കാരങ്ങൾ, പാപങ്ങൾ അവരുടെ മനസ്സിൽ വെറുപ്പുള്ളതാക്കി കൊടുത്തു. അതേപോലെ തന്നെ ഈമാൻ, സത്യവിശ്വാസം വസയ്യനഹു അവർക്ക് പ്രിയപ്പെട്ടതാക്കി കൊടുക്കുക മാത്രമല്ല അവരുടെ മനസ്സിനെ ഈമാൻ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ മനസ്സിൽ നിന്ന് കുഫറും അതേപോലെ തന്നെ തോന്നിവാസ ചിന്തകളും അതേപോലെ തന്നെ ധിക്കാര പാപപങ്കിലമായ ചിന്തകൾ അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി ഈമാൻ അവർക്ക് പ്രിയപ്പെട്ടതാക്കി ഈമാന് കൊണ്ട് അവരുടെ മനസ്സിനെ അലങ്കരിച്ച് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, പരീക്ഷണത്തിലൂടെ തഖ്വ കൊണ്ട് മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത ഉത്കൃഷ്ടരായ ആളുകളാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ളവർ അവരത്രേ ആ പ്രവാചകന്റെ അനുചരന്മാർ അഥവാ സഹാബികൾ എന്ന് നാം മനസ്സിലാക്കുകയും ഖുർആൻ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ അനുചരന്മാരെ നിങ്ങൾ ശകാരിക്കരുത്, ചീത്ത പറയരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ